C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതെ ആശാനെ, നമ്മളോടാണ് ആശാന് ദേഷ്യം. ഇതിന് മാത്രം നമ്മൾ എന്ത് തെറ്റ് ചെയ്തെന്നാ? അയ്യോ, ഡാൻസ് കളിക്കുന്നത് ഇവിടെ കൊലക്കുറ്റത്തിന് സമമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. നീലാസ്തി കൊടുക്കെ നമ്മൾ ഡാൻസ് കളിക്കാറുണ്ട്. അതുപോലെ പാട്ട് കേട്ടപ്പോ കാല് തറയിൽ ഉറച്ചില്ല. ഇങ്ങനെയുള്ള പാട്ട് കേട്ടാല് നമ്മൾ തുള്ളിപ്പോവും. അത് ഈ ആപ്പീസാണോ പോസ്റ്റ് ആപ്പീസാണോ എന്നൊന്നും നമുക്ക് ആ സമയത്ത് ഓർക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് കാണിക്കാനാ നമ്മൾ ആശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ നമുക്ക് പറ്റിയ ഒരു പരിപാടിയും ഇല്ല. അങ്ങനെ ആ തണുപ്പ് മുറിയിൽ ഇരുന്നപ്പോ നമ്മുടെ കഷ്ടകാലത്തിന് ഒരു പെങ്കൊച്ചു കയറി വന്നു. വരാനുള്ളത് വഴി തങ്ങൂല എന്നൊക്കെ പറയണ പോലെ. ആ ടി വി ഇല്ലേ, കമ്പ്യൂട്ടർ അതിലൊരു പാട്ടിട്ട് തരുമെന്ന് വെറുതെ നമ്മളൊന്ന് ചോദിച്ചു പോയി. അവൾ അതിൽ എവിടെയൊക്കെയോ താത്തപ്പം പാട്ട് വന്നു. ആ പെങ്കൊച്ചു പോയി കഴിഞ്ഞപ്പോ ആ എലി പോലിരിക്കുന്ന സാധനത്തില് അതില് ഞാനത് തൊട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എല്ലായിടത്തും പാട്ടും വന്നു. നമുക്ക് നമ്മുടെ തനി സ്വരൂപവും പുറത്തു വന്നു. ഇതൊന്നും നമ്മൾ ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ആശാന്റെ ഈ ദേഷ്യം നമ്മൾ കാരണമാണെങ്കിൽ മനസ്സിൽ വെറുപ്പം വൈരാഗ്യം ഒന്നും വെക്കേണ്ടെന്ന് കരുതി പറഞ്ഞതാ. ഇതെന്താ ആശ നമ്മൾ പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആശ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മളെടുത്ത് ദേഷ്യപ്പെട്ടതോ? നമുക്ക് എന്ത് വിഷമായി അറിയോ ആശന്? എന്നിട്ട് അത് നമ്മൾ ക്ഷമിച്ചില്ലേ? കമാന്നൊരക്ഷരം പറയാതെ എല്ലാം കേട്ട് നിന്നില്ലേ നമ്മള്? ഷടാ, ഇത് കൊള്ളാം. വഴക്ക് കേട്ടത് ഒത്ത നമ്മള്, പിന്നെ ദേഷ്യം മുഴുവനും ആശാനും. അതൊക്കെ പോട്ട്, അതൊക്കെ വീട് ആശാനെ. വേണമെങ്കിൽ നമ്മളൊരു മാപ്പം പറഞ്ഞേക്കാം. ഓഹോ, അങ്ങനെയാണോ? എന്റെ പൊന്നു കൺമണി, തൊട്ടതിനും പിടിച്ചതിനൊക്കെ നീ ഇങ്ങനെ മാപ്പ് പറയാൻ തുടങ്ങിയാലേ അതിനേ സമയം കാണും. നീ കൺമണിയായിട്ടിരിക്കുന്നത് തന്നെയാ നല്ലത്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇതല്ലേ ആശാന്റെ മനസ്സില്? നമ്മൾ ഈ നിമിഷം വരെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോ ഇവിടെ നടന്നതിന് ആശാന് വിഷമായെങ്കിൽ മാപ്പ്. താൻ നാട്ടില് തിരിച്ചു വന്നപ്പോ കൺമണി എവിടെ പോയെന്ന് അവിടെ ഉള്ളവര് പറഞ്ഞത്? ഈ പട്ടണത്തിലേക്ക്. ആ, എന്തിന്? ഇവിടുത്തെ സാറിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ. ആ, അഡ്രസ്സും ഉണ്ടായിരുന്നു കത്തില്. ആ, അങ്ങനെയല്ലേ ഞാൻ തിരക്കി ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്കിപ്പോ ഒരു സംശയം. കാരണം ഇത്രയും വലിയ വീട്ടിലൊന്നും കൺമണി താമസിക്കില്ല. വീട് മാറിപ്പോയതാണോന്നൊരു സംശയം. ആ സംശയം ഇപ്പൊ മാറ്റാം. തനിക്ക് കൺമണിയുടെ ശബ്ദം കേട്ടാ തിരിച്ചറിയാനാവുമല്ലോ. ആ, ഉറപ്പായിട്ടും. ആ, നിക്ക് ഒരു മിനിറ്റ്. മദർ ഇൻ ലോയ്ക്കും വിശ്വാസം ആവണല്ലോ.
ഹലോ നിതികുട്ടി. ഹലോ ബ്രദറിൻലോ, ശ്രീലക്ഷ്മി ഉണ്ടോ അടുത്ത്? ഓ, ഓ, ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കാവോ? ഓ, കൊടുക്കാം. അതെ, അനിയത്തിക്കുട്ടിയാ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് വിളിക്കാൻ സാധ്യതയില്ല. ഞാൻ പറയുന്നത് പോലെ വേണം പറയാൻ. ഹലോ. ആ ശ്രീലക്ഷ്മി, ഞാൻ ഇപ്പൊ വിളിച്ചതേ വേറൊരു കാര്യത്തിന്. ശ്രീലക്ഷ്മിയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആര്? ശരിക്കും ശ്രീലക്ഷ്മിയെ കാണാനല്ല വന്നത്, കണ്ണമ്മയെ കാണാനാ. വന്നയാളെ അറിയും. പേര് ശ്രീനിവാസൻ. നീലഹസ്തിയിലുള്ള തന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്നാ പറഞ്ഞേ. ആ ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ കണ്ണമ്മ, ഞാൻ ശ്രീനിവാസനാ. അറിയാത്ത പോലെ സംസാരിക്കേ. ഹലോ കണ്ണമ്മ, നീ എവിടെയാ? ആരാടാ നിന്റെ കണ്ണമ്മ? നമ്മള് ചോദിച്ചത് നീ കേട്ടില്ലേ? നീ ഏവനാന്ന്? എടി, നിനക്കെന്നാ മനസ്സിലായില്ലേ? എടി, ഞാനാ ശ്രീനിവാസൻ. നിനക്ക് ഞാൻ ഉണക്കമീനും കൊണ്ടാ വന്നിരിക്കുന്നത്. നീ ആളും തരോ നോക്കാതെ സംസാരിച്ചാലുണ്ടല്ലോ. നീ പറയുന്ന കണ്ണമ്മയല്ല നമ്മള് ശ്രീലക്ഷ്മിയാ. നിന്റെ സംസാരം കേട്ടാൽ അറിയാം നീ ആളത്ര ശരിയല്ലാന്ന്. വല്ലവള് മരം തിരക്കി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നല്ലേ? ഇറങ്ങടാ നമ്മുടെ വീട്ടിൽ നിന്ന്, വൃത്തിയോട്ടവനെ. നിർത്തടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.